നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ എത്തിക്സ് എന്നുള്ള കോഴ്സിലെ യൂണിറ്റ് 3 ആണ്. സോഷ്യൽ എത്തിക്സ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്നുള്ളതാണ് യൂണിറ്റിന്റെ പേര്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ എത്തിക്സ്, മോറൽ വാല്യൂസ് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ എത്തിക്സും അതിന്റെ തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന സോഷ്യൽ എത്തിക്സ് തിയറി ആൻഡ് പ്രാക്ടീസ്. സോഷ്യൽ എത്തിക്സ് എന്നുള്ള ടേം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട്. അപ്പൊ സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ മനുഷ്യരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അതിന് നയിക്കുന്ന കുറച്ച് മോറൽ വാല്യൂസ് ഉണ്ട്. ആ മോറൽ വാല്യൂസിനെ എങ്ങനെ ഹ്യൂമൻ ബിഹേവിയർ ഗൈഡ് ചെയ്യണം എന്നുള്ളതൊക്കെ പഠിക്കുന്നതിനെയാണ് ആ മൂല്യങ്ങൾ പഠിക്കുന്ന ഒരു ശാഖ മാത്രമാണ് സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ എങ്ങനെ ഒരു ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെ ആവണം എന്നുള്ളത് അത് ഗൈഡ് ചെയ്യാൻ, മോറൽ വാല്യൂസ് ഗൈഡ് ചെയ്ത് ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെ ആവണം സൊസൈറ്റിയിൽ ഉണ്ടാവണ്ടേ എന്നുള്ളത് പഠിക്കുന്നതിനെയാണ് സോഷ്യൽ എത്തിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ആ പഠിക്കുന്ന ശാഖയാണ്. അപ്പൊ ഇത് തിയറിക്കലി പറയുമ്പോൾ, അതായത് തിയറിക്കലി എന്ന് പറയുന്നത് ശരിയും തെറ്റും ഏതാണ് എന്ന് നമ്മൾ എന്താണ് ശരിയും തെറ്റും, എന്താണ് അതിന്റെ ആശയം എന്നുള്ളതും, അത് പ്രാക്ടിക്കലി നമ്മൾ ആ ശരിയും തെറ്റും പ്രാക്ടിക്കലി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ജീവിതത്തിൽ അതെങ്ങനെ നമ്മൾ പ്രയോഗിക്കുന്നു എന്നുള്ളതും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. തിയറി ആകുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, ശരിയും തെറ്റാ എന്താണ് ശരിയും തെറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും, പ്രാക്ടിക്കലി വരുമ്പോൾ ഈ ശരിയും തെറ്റും നമ്മൾ ആ ആശയങ്ങൾ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ പ്രയോഗിക്കും എന്നുള്ളതും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, സിമ്പിളി അതാണ്. മോറൽ വാല്യൂസ് നോക്കിയിട്ട് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ, സൊസൈറ്റിയിലെ ഹ്യൂമൻ ബിഹേവിയർ ഗൈഡ് ചെയ്യുന്നതിന്റെ പഠിക്കുന്ന ഒരു ശാഖ മാത്രമാണ് സോഷ്യൽ എത്തിക്സ്. ഇതിൽ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ നമ്മൾ ആ ഒരു ആശയങ്ങൾ എങ്ങനെ നമ്മുടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാമെന്നും, തിയറിറ്റിക്കലി വരുമ്പോൾ ഈ ശരിയും തെറ്റും എന്താണ് എന്നുള്ളത് ഉൾക്കൊള്ളുക, ആ ആശയം എന്താണെന്ന് മനസ്സിലാക്കുകയുമാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം കറപ്ഷൻ, അഴിമതി എന്നുള്ളൊരു തെറ്റാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മള് സോഷ്യൽ എത്തിക്സിന്റെ ഒരു ഉദാഹരണം പറയാം നമുക്ക്. അതുപോലെ തന്നെ അത് സമൂഹത്തിൽ ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി നമ്മുടെ സോഷ്യൽ എത്തിക്സിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജസ്റ്റിസ്, അതുപോലെ ഫെയർനെസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി തുടങ്ങിയ കാര്യങ്ങളും കോമൺ ഗുഡ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സോഷ്യൽ എത്തിക്സിന്റെ ഈ മൂല്യങ്ങളെല്ലാം സോഷ്യൽ എത്തിക്സിന്റെ ഒരു ബേസ് ആണ്, അടിസ്ഥാനം എന്ന് പറയാം. അതായത് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് സോഷ്യൽ എത്തിക്സ്. ജസ്റ്റിസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി, ഫെയർനെസ് എന്നുള്ള കാര്യങ്ങളും കോമൺ ഗുഡ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ മൂല്യങ്ങളെല്ലാം നമ്മുടെ സോഷ്യൽ എത്തിക്സിന്റെ അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ സോഷ്യൽ എത്തിക്സ് എന്നുള്ളത് നമ്മുടെ എന്താ പറയാ, തിയറിറ്റിക്കലിയും പ്രാക്ടിക്കലിയും എങ്ങനെ ആവണം ഹ്യൂമൻ ബിഹേവിയർ ഒരു സൊസൈറ്റിയിൽ എന്ന് ഗൈഡ് ചെയ്യുന്നതിന്, സമൂഹത്തിൽ അത് മനുഷ്യരുടെ പെരുമാറ്റത്തെ നയിക്കുന്ന ആ ഒരു മോറൽ വാല്യൂസ് പഠിക്കുന്ന ശാഖയാണ്. ആ ശാഖയിൽ തിയറിയും പ്രാക്ടിക്കലും വരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ജസ്റ്റിസ്, അതുപോലെ തന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റി, കോമൺ ഗുഡ് എന്നുള്ള കാര്യങ്ങളെല്ലാം, ഈ മൂല്യങ്ങളെല്ലാം അടിസ്ഥാനമാക്കിയാണ് സോഷ്യൽ എത്തിക്സ് വരുന്നത്. നമ്മൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കറപ്ഷൻ, അഴിമതി ഉള്ളത് നമ്മൾ എന്താണ്, കറപ്ഷൻ നമ്മൾ തെറ്റാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വിശ്വസിക്കുന്നു, സോഷ്യൽ എത്തിക്സിന്റെ ഒരു ഉദാഹരണമാണ്. കാരണം അത് സമൂഹത്തിൽ ദോഷം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി സോഷ്യൽ എത്തിക്സ് ഇൻ പ്രാക്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ആശയങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസിലൂടെ ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ എത്തിക്സ് ചെയ്യുന്നത് നമ്മുടെ ഇപ്പം പോവർട്ടി, നമ്മുടെ എന്താ പറയാ, ഇൻഇക്വാലിറ്റി, അതുപോലെ വയലൻസ്, കറപ്ഷൻ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. ഈ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക്കിന്റെ തന്നെ ആംഗിളിൽ മാത്രം നോക്കുമ്പോൾ കാണുന്ന ഒരുപാട് മോറൽ ആംഗിളിൽ നോക്കുമ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പ്രേരിപ്പിക്കുന്നുണ്ട്. അതായത് നിയമം എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്, നമുക്കറിയാം. ലോ എന്ന് പറയുന്നത് ഈ നിയമം എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പോളിസി ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ മാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ എത്തിക്സിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഈ സോഷ്യൽ എത്തിക്സിന്റെ ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ വരുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഒരു അനലൈസ് ചെയ്യുക, സോഷ്യൽ പ്രോബ്ലംസ് ആയിട്ടുള്ള നമ്മുടെ പോവർട്ടി, ഇൻഇക്വാലിറ്റി, അതുപോലെ തന്നെ വയലൻസ്, കറപ്ഷൻ, ഇൻജസ്റ്റിസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഈ സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യും. അതിൽ തന്നെ
ഈ ഒരു മോറൽ ആംഗിളോ അല്ലെങ്കിൽ എക്കണോമിക്കൽ ആംഗിളോ ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണ്, അനലൈസ് ചെയ്യാണ്, പല കാര്യങ്ങളും നോക്കിയിട്ട് സോഷ്യൽ എത്തിക്സ് ഇതിനെ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ആ ചെയ്യുന്ന കാര്യം തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലൊരു ചോദ്യം വരും. ലൈക്ക് നമ്മളൊരു അത് ചെയ്യുന്നത് ആ ഒരു ലോ ശരിയായിട്ടുള്ളതാണോ, എല്ലാവർക്കും നീതിയുള്ള നിയമമാണോ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് എല്ലാവർക്കും ആ ഒരു പോളിസി മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ മാനിക്കുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോഷ്യൽ എത്തിക്സ് വഴി ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളിൽ. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു സോഷ്യൽ എത്തിക്സ് പ്രകാരം നമ്മൾ ഒരു ആരോഗ്യ നമ്മളൊരു കോമൺ ഉണ്ടാവുമല്ലോ, ഹെൽത്ത് കെയർ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുമിച്ച്, ആരോഗ്യ സേവനം എല്ലാവർക്കും ഒരുമിച്ച് കിട്ടാതിരിക്കുന്നത്, അത് എല്ലാവർക്കും കിട്ടേണ്ടതാണ്, കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അതായത് ഈ ഒരു നമ്മൾ സോഷ്യലി ഒരു ആംഗിൾ നോക്കുകയാണെങ്കിലും അത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടേണ്ടതാണ്. ചിലർക്ക് കിട്ടുക, ചിലർക്ക് കിട്ടാതിരിക്കുകയല്ല, ഇത് ഒരുമിച്ച് എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അപ്പൊ അത് ആ ഒരു നമ്മളൊരു എന്താ പറയാ സോഷ്യൽ ആംഗിളിൽ നിന്ന് നമ്മൾ ഒരു മോറൽ ആംഗിളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണ്, അത് ശരിയാണോ, ആ നീതി ശരിയാണോ, അല്ലെങ്കിൽ ആ നിയമം ശരിയാണോ എന്നുള്ളത് നമുക്ക് അങ്ങനെ ചോദ്യം നമ്മളെ ഉള്ളിലേക്ക് ഉയർത്തുന്നു. എന്ത് സോഷ്യൽ എത്തിക്കലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ അതാണ് സോഷ്യൽ എത്തിക്സ് ഇൻ പ്രാക്ടീസ് എന്നുള്ള രീതിയിലുള്ള വരുന്നത്. സിംപിളി നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമങ്ങൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ പോളിസി മനുഷ്യന്റെ ഡിഗ്നിറ്റിക്ക് മാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു. സോഷ്യൽ എത്തിക്സ് വഴിയാണ് നമുക്ക് ആ ഒരു ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ തിയറി ബിഹൈൻഡ് സോഷ്യൽ എത്തിക്സ്. സോഷ്യൽ എത്തിക്സിന്റെ തിയറീസ് ഒക്കെയാണ്, പുറകിലുള്ള തിയറീസ് ഒക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ സോഷ്യൽ എത്തിക്സിന്റെ തിയറീസ് വന്നിട്ടുള്ളത് നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയനിൽ നിന്നും അതുപോലെ തന്നെ ഫിലോസഫിയിൽ നിന്നൊക്കെയാണ് നമ്മളെ തിയറികളൊക്കെ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ മതങ്ങളിൽ നിന്ന്, ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഇസ്ലാമിൽ നിന്നും അതുപോലെ തന്നെ ഹിന്ദുസത്തിൽ നിന്നൊക്കെ പല കാര്യങ്ങളും തിയറി എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഫിലോസഫിയിൽ നിന്നും വന്നിട്ടുണ്ട്. അതായത് അങ്ങനെ രൂപപ്പെട്ടതാണ് സോഷ്യൽ എത്തിക്സിലെ ഈ തിയറീസ് എന്ന് നമുക്ക് പറയാം. മാക്സിമം ഗുഡ് എന്നുള്ള യൂട്ടിലൈറ്ററേഷനും, അതുപോലെ തന്നെ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് എന്നുള്ളത് എന്താണ്, ഡിയോട്ടോണോളജി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് കേട്ടോ, അതുപോലെ തന്നെ ബോർച്ചിയൻ എത്തിക്സ്, നമ്മൾ ക്യാരക്ടർ ബേസ്ഡ് എത്തിക്സ്, ഇതെല്ലാം നമ്മുടെ സൊസൈറ്റിയെ വിലയിരുത്താൻ നമ്മളൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലെ. അതായത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കിട്ടുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഗുണകരമാണോ, ഒരു ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി സ്ഥലങ്ങളിൽ നമ്മുടെ ജോലിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നുണ്ടോ കാര്യങ്ങളെല്ലാം. ഇനി ഒരു ക്യാരക്ടർ ബേസ്ഡ് എത്തിക്സ്, അതൊക്കെ കാര്യങ്ങളെല്ലാം നമ്മുടെ സോഷ്യൽ ആക്ഷൻസുമായിട്ട് ജഡ്ജ് ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം. അതായത് നമ്മുടെ കീ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി, എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും അവസരങ്ങളും ഒരുപോലെ കിട്ടണം, അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന് ഫ്രീഡം, അതായത് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവകാശം എല്ലാവർക്കും ഉണ്ട്. നമുക്കൊരു ക്യാരക്ടർ ബേസ്ഡ് എത്തിക്സ് എന്നുള്ള അണ്ടറിൽ വരുന്നതാണ് അല്ലെ. നമുക്ക് അവകാശമുണ്ട്, ഓരോ വ്യക്തിക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് തീരുമാനങ്ങളെല്ലാം എടുക്കാൻ. അതുപോലെ അക്കൗണ്ടബിലിറ്റി, അത് നമ്മുടെ പ്രവർത്തനം, നമ്മൾ ഓരോ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തത്തോടു കൂടിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അല്ലെ. അപ്പം ഇത് രണ്ടും ഒരു കീ വാല്യൂസ് ആയിട്ട് പറയാം. ഈ തിയറിയിൽ വരുമ്പോൾ ഇതിന്റെ ഒരു കീ വാല്യൂസ് ആയിട്ട് നമുക്ക് ഈ 3 കാര്യങ്ങളും, ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നുള്ള കാര്യങ്ങൾ നമ്മളൊരു കീ വാല്യൂസ് ആയിട്ട് വരാം. അപ്പൊ തിയറി മനസ്സിലാക്കുക, തിയറി വന്നിട്ടുള്ളത് നമുക്ക് റിലീജിയനിൽ നിന്നും ഫിലോസഫിയിൽ നിന്നാണ്. നമ്മളെ കോമൺ ഗുഡ്, അതുപോലെ തന്നെ ക്യാരക്ടർ ബേസ്ഡ് എത്തിക്സ്, അതുപോലെ തന്നെ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു സമൂഹത്തെ വിലയിരുത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. സൊസൈറ്റിയിലെ സോഷ്യൽ ആക്ഷൻസ് ജഡ്ജ് ചെയ്യാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മളെ എത്തിക്കൽ സിസ്റ്റം, നമ്മുടെ ഈ എത്തിക്കൽ സിസ്റ്റം എല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിലെ കീ വാല്യൂസ് വരുന്നതാണ് ഫ്രീഡം, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഈക്വാലിറ്റി. മനസ്സിലാക്കുക. ഓക്കെ, ഇനി സോഷ്യൽ എത്തിക്സ് ആസ് അപ്ലൈഡ് എത്തിക്സ്. നമ്മൾ സോഷ്യൽ എത്തിക്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത് തന്നെ പാർട്ട് ഓഫ് അപ്ലൈഡ് എത്തിക്സ് ആണ്. അത് അപ്ലൈഡ് എത്തിക്സിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അതായത് ഇറ്റ് അപ്ലൈസ്, നമ്മള് എന്താ പറയാ ഒരു വ്യക്തിഗത, നമ്മളൊരു പേഴ്സണൽ എന്താ പറയാ ഒരു വാല്യൂസും അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യലി ഉള്ള പ്രോബ്ലംസ്, ലൈക്ക് നമ്മുടെ ഹെൽത്ത് കെയറിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലോ നമ്മളെ ലേബർ ഇഷ്യൂസോ ലേബർ റൈറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നീ സോഷ്യൽ എത്തിക്സിന്റെ ഒക്കെ വിഷയങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം അല്ലെ. നമ്മളുടെ ഒരു സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് നമുക്ക് പറയാം. അതാണ് ആ ഒരു സാമൂഹിക പ്രശ്നങ്ങളും അതുപോലെ പേഴ്സണൽ എത്തിക്സ്, നമ്മളെ വ്യക്തിഗത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതുമൊക്കെ പ്രയോഗിക്കുകയാണ് ഈ ഒരു അപ്ലൈഡ് എന്താ പറയാ
പറയാ എത്തിക്സിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ എത്തിക്സ് ആസ് അപ്ലൈഡ് എത്തിക്സ് എന്നുള്ളതാണ്. അപ്പം സോഷ്യൽ എത്തിക്സ് ഇസ് എ പാർട്ട് ഓഫ് അപ്ലൈഡ് എത്തിക്സ്. അതിന്റെ ഒരു പാർട്ട് തന്നെയാണ്, അപ്ലൈഡ് എത്തിക്സിന്റെ ഒരു പാർട്ട് തന്നെയാണ് സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് അത് മെയിൻ ആയിട്ട് വരുന്നത് നമ്മളെ പേഴ്സണൽ എത്തിക്സ് ഉണ്ടല്ലോ, പേഴ്സണൽ എത്തിക്സും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസ്, നമ്മളെ സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് നമ്മളെ ഹെൽത്ത് കെയർ ഇഷ്യൂസ്, അതുപോലെ ലേബർ റൈറ്റ്സ്, എഡ്യൂക്കേഷൻ, എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. അതില് മോറൽ ഈ ഒരു കാര്യങ്ങളിലെല്ലാം നമ്മളുടെ ഒരു പ്രശ്നങ്ങളിലേക്ക് നമ്മളത് പ്രയോഗിക്കുകയാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ഇടയ്ക്ക് നടക്കാറുണ്ട് അല്ലെ, ആ പ്രോബ്ലംസ് എല്ലാം ഒരു സോഷ്യൽ എത്തിക്സിന്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഈ വിഷയങ്ങളാണ് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ലേബർ ഇഷ്യൂസ് ഉണ്ടാവാം, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവാം, ഹെൽത്ത് കെയർ ഉണ്ടാവാം, എഡ്യൂക്കേഷൻ ഒക്കെ നമ്മുടെ സോഷ്യൽ എത്തിക്സിന്റെ വിഷയങ്ങളാണ്. അപ്പൊ ഇതിലേക്കൊക്കെ ഈ സാമൂഹിക പ്രശ്നങ്ങളും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ എത്തിക്സും പ്രയോഗിക്കുകയാണ് നമ്മൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് അപ്ലൈഡ് എത്തിക്സിന്റെ ഒരു പ്രധാന ശാഖ സ്റ്റഡി സോഷ്യൽ എത്തിക്സ് തന്നെയാണ്. അതിൽ നമ്മുടെ പേഴ്സണൽ എത്തിക്സും സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങൾ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ തുടങ്ങിയുള്ള ഈ വിഷയങ്ങളെല്ലാം സോഷ്യൽ എത്തിക്സിന്റെ പ്രശ്നങ്ങളായിട്ടുള്ള ഇതെല്ലാം നമ്മൾ പ്രയോഗിക്കുകയാണ് ഇതിന്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മിനിമം വേജ് നിശ്ചയിക്കുക. നമ്മളൊരു ഒരു ജോലിക്ക് അതിന്റെ വർക്കിന് അതിന്റെ ഡിഗ്നിറ്റി നോക്കിയിട്ട് ആ ഒരു ജോലിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു വേജ് നമ്മളവിടെ ഒരു മിനിമം വേജ് അവിടെ ഉണ്ടാവണം. അല്ലാതെ ഒരുപാട് ജോലി വളരെ തുച്ഛമായ വേജ് കൊടുക്കുകയല്ല. അപ്പൊ അത് മാക്സിമം വേജ് നിശ്ചയിക്കുമ്പോൾ ആ വർക്കിന്റെ ഒരു ഡിഗ്നിറ്റി നമ്മൾ നോക്കണം, സംരക്ഷിക്കണം. അതൊരു എക്സാമ്പിൾ ആണ് അല്ലെ. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ലേബർ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം ആ ഒരു സോഷ്യൽ എത്തിക്സ് എന്നുള്ള വിഷയമാണ് നമ്മൾ അവിടെ എന്താ പറയാ അത് മെയിൻ ആയിട്ട് പ്രയോഗിക്കുകയാണ്. ആ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പ്രയോഗിക്കുകയാണ് സോഷ്യൽ എത്തിക്സ് എന്നുള്ളത് അപ്ലൈഡ് എത്തിക്സിന്റെ ഒരു ലക്ഷ്യം എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എത്തിക്കൽ കൺസിഡറേഷൻ ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ. അപ്പം എത്തിക്കൽ കൺസിഡറേഷൻ സോഷ്യൽ ഇന്ററാക്ഷൻ എന്നുള്ളതാണ് ടോപ്പിക്. അതില് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ എത്തിക്കൽ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രസ്റ്റ്, നമ്മളെ ഫെയർനെസ്, റെസ്പെക്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പരസ്പരം ഒരു വിശ്വാസമില്ലായ്ക, ഒരു ട്രസ്റ്റ് ഇല്ലാതിരിക്കുക എന്നൊക്കെ വരുമ്പോൾ അവിടെ ഒരു സക്സസ് ഉണ്ടാവില്ല അല്ലെ. ഈ ഒരു എത്തിക്കലി ഇത് കൊളാബറേറ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എത്തിക്കലി ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പില്ല. അതായത് നമ്മൾ സ്വാർത്ഥതയൊക്കെ ഒഴിവാക്കി നമ്മൾ എല്ലാവരുമായിട്ട് ഒരുമിച്ച് സഹകരിച്ചാൽ, ഇപ്പൊ റെസ്പെക്ട് നമ്മൾ വർക്ക് പ്ലേസിൽ നമ്മൾ എല്ലാവരോടും കൊളീഗ്സിനോടൊക്കെ ഒരുമിച്ച് ഒരു ഈഗോയൊന്നും ഇല്ലാതെ റെസ്പെക്ട് എല്ലാവർക്കും പരസ്പരം കൊടുത്ത് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ സഹകരിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ അതിന്റെ ലാഭം കിട്ടും അല്ലെ. നമ്മളിപ്പം വിട്ടുമാറിയിരിക്കുന്നു, നമ്മളൊരു ഈഗോ അല്ലെങ്കിൽ വളരെ എന്താ പറയുക റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമുക്കൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു വർക്ക് വരുമ്പോൾ, ടീം വർക്ക് വരുമ്പോൾ നമുക്കതൊരു ബേർഡൻ ആയിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ മാത്രം ചെയ്യേണ്ടി വരും, മറ്റുള്ളവർ നമ്മൾ അതിൽ നോക്കില്ല. അപ്പൊ അതൊക്കെ ഒരുമിച്ച് നിന്ന് സഹകരിച്ചാൽ, സ്വാർത്ഥത ഒഴിവാക്കി നമ്മൾ സഹകരിച്ചാൽ മാത്രമേ നമുക്കൊരു അതിനൊരു ലാഭം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ തന്നെ എന്താ പറയാ എത്തിക്കലി കൊളാബറേറ്റ് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റും ഫെയർനെസ്സും അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്റ്റും ഒക്കെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല എത്തിക്കൽ കൊളാബറേഷൻസ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്വാർത്ഥത ഒഴിവാക്കി എല്ലാവരുമായിട്ട് ഒരുമിച്ച് സഹകരിച്ചാൽ എല്ലാവർക്കും ഒരേ ലാഭം ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതായത് കൊളാബറേഷൻ ആൻഡ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണിത്. നമ്മൾ എത്തിക്കൽ കൊളാബറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയാ ഒരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ അവിടെ ലഭിക്കുന്നു, എല്ലാവർക്കും ഒരേ ലാഭം ലഭിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എംപ്ലോയർ എംപ്ലോയി റിലേഷൻ. നമ്മൾ ഒരു സോഷ്യൽ ഇന്ററാക്ഷന്റെ ഇതിൽ വരുന്നതാണ്. അപ്പൊ ആദ്യം വരുന്നതാണ് കൊളാബറേഷൻ ആൻഡ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ എത്തിക്കലി കൊളാബറേഷൻ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ വരുന്നത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. നമുക്കറിയാം നമ്മുടെ ജോലി സ്ഥലങ്ങളിലെല്ലാം ഒരു ഫെയർ വേജ് ഉണ്ടാവണം. അത് ചെയ്യുന്ന ജോലിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു
വേജ് അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ സേഫ് വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം, വളരെ സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ആവണം. അതുപോലെ തന്നെ അവിടെ അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ നമുക്കൊരു ട്രസ്റ്റും പ്രൊഡക്ടിവിറ്റിയും കൂടും. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള ഒരു വേതനം നമുക്ക് കിട്ടുന്നു, അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു വർക്കിംഗ് കണ്ടീഷനാണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന്റെ ഒരു പ്രൊഡക്ടിവിറ്റിയും അവിടെ ഒരു വിശ്വാസവും നമുക്ക് കൂടും. അപ്പം എംപ്ലോയർ എംപ്ലോയി തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അനിവാര്യമാണ്. അത് നമ്മൾ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ലാഭം ഉണ്ടാക്കാനും ട്രസ്റ്റ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നു. ഓക്കെ, അപ്പം അതൊരു മോട്ടിവേഷൻ ചെയ്യുന്നതാണ്. എംപ്ലോയിയെ പിന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് എംപ്ലോയറുടെ ഒരു കടമയാണ്. ഓക്കെ, അത് മറ്റൊരു സോഷ്യൽ ഇന്ററാക്ഷൻ ആയിട്ട് വരാം. നെക്സ്റ്റ് വരുന്നത് ട്രസ്റ്റ് എമംഗ് എംപ്ലോയി. നമുക്കറിയാം അല്ലെ, ഒരു എന്താ പറയാ, വർക്ക് പ്ലേസിൽ നമ്മളൊരു ഫേവറിറ്റിസം കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊരു പിന്നെ ടീം വർക്ക് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു വലിയ പ്രശ്നം വരും. ടീം വർക്ക് ആയിട്ടാണ് എല്ലാ വർക്കുകളും പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരാളോട് മാത്രം ഒരു പ്രത്യേക ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് എന്താണ്, ആ ടീം വർക്കിനെ അത് വല്ലാതെ എഫക്ട് ചെയ്യും. അപ്പൊ ഈക്വൽ ആയിട്ട് എല്ലാവരും ഈക്വൽ ആയിട്ടും ഇൻക്ലൂസീവ് ആയിട്ടും നമ്മൾ നല്ലൊരു വർക്ക് കൾച്ചർ സൃഷ്ടിക്കാൻ അത് സാധിക്കണമെങ്കിൽ എന്ത് വേണം, ഈക്വൽ ആയിട്ട് എല്ലാവരും ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരാളോട് മാത്രം അത് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ട്രസ്റ്റ് എല്ലാ എംപ്ലോയീസിനെയും ഒരുപോലെ ട്രസ്റ്റ് ചെയ്യുക, ഒരുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ആ ട്രസ്റ്റ് എമംഗ് എംപ്ലോയി എന്നുള്ള ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷനിൽ വരുന്നത്. ഓക്കെ, ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല, അല്ലെങ്കിൽ അതിലൊരു ഫേവറിറ്റിസം വർക്ക് പ്ലേസിൽ ടീം വർക്ക് നമ്മൾ നശിപ്പിച്ചിരിക്കും അല്ലെ, അങ്ങനെ ഒരാളോട്. അപ്പൊ നമുക്ക് തോന്നുകയാണ് അവരോടാണ് കൂടുതൽ എങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജോലി ചെയ്യണം എന്നൊരു ചോദ്യം വരും. അപ്പൊ അതില്ലാതെ എല്ലാവരോടും ഈക്വൽ ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വർക്കിംഗ് ഒരു കൾച്ചർ നമുക്ക് നല്ലൊരു സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള. ടീം വർക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോ, അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം. ട്രസ്റ്റ് എമംഗ് എംപ്ലോയി എന്നുള്ള പോയിന്റ് കൊണ്ടാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഇന്റർ ബിസിനസ് റിലേഷൻഷിപ്പ്. നമുക്ക് ഒരു ബിസിനസ് തമ്മിൽ നല്ലൊരു ട്രസ്റ്റ് ഉണ്ടാവണം അല്ലെ, നല്ലൊരു ഹോണസ്റ്റി ഉണ്ടാവണം, ഒരു ട്രാൻസ്പെറൻസി, എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറന്റ് ആവണം, നല്ല ഹോണസ്റ്റി ഉണ്ടാവണം. എങ്കിൽ ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്കണോമിക് ഗ്രോത്തിന് അത് നമുക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എത്തിക്കൽ കോപ്പറേഷൻ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ബിസിനസ്സുകാർ തമ്മിൽ അതൊന്നും ഇല്ല, എത്തിക്കൽ ഇതില്ല, ഹോണസ്റ്റി ഇല്ല, എത്തിക്കലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഇല്ലാതിരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇന്റർ ബിസിനസ് റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ എത്തിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് നമ്മുടെ കോർപ്പറേഷനും പിന്നെ ജസ്റ്റിസ് അല്ല, ഹോണസ്റ്റി, അതൊക്കെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ എക്കണോമിക്കലി നമുക്ക് ഒരു ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ഇന്റർ ബിസിനസ് റിലേഷൻഷിപ്പിൽ ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ വരുന്നത് അതാണ്. ഓക്കെ, എത്തിക്കൽ മാനേജ്മെന്റ് ഓഫ് കോമൺ റിസോഴ്സസ്. നമുക്കറിയാം നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ലൈക്ക് വാട്ടർ, ഫോറസ്റ്റ്, ഫിഷറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സുകൾ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ, ഒരുപോലെ നമ്മൾ മാനേജ് ചെയ്ത് ഷെയർ ചെയ്തിട്ട് ഈ റിസോഴ്സസ് മാനേജ് ചെയ്താൽ എത്തിക്കലി നമുക്ക് ഓവർ യൂസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്കത് സാധിക്കുമെന്നുള്ളതാണ്. അതായത് റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളൊരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ അവിടെ കണ്ടുപിടിക്കണം. നമുക്ക് ഒരുപോലെ ഉപയോഗിക്കുകയും വേണം, വരുന്ന തലമുറയിലേക്ക് അത് മാറ്റി വെക്കണം. അതാണല്ലോ സസ്റ്റൈനബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളത് ഒരുപോലെ ഉപയോഗിക്കുകയും മറ്റു വരുന്ന തലമുറകളിലേക്ക് നമ്മളത് മാറ്റി വെക്കുകയും ചെയ്താലേ നമുക്കത് ഗുണകരമാവുള്ളൂ. അപ്പം കോമൺ റിസോഴ്സ് എത്തിക്കലി നമ്മൾ മാനേജ് ചെയ്യണം, എല്ലാവർക്കും ഒരുപോലെ അത് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മുടെ ഈ ഒരു റിസോഴ്സസ് ലൈക്ക് വാട്ടർ, ഫോറസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ, കോമൺ റിസോഴ്സ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ, മസ്റ്റ് ബി മാനേജ്ഡ് എത്തിക്കലി ടു അവോയ്ഡ് ഓവർ യൂസ്. ഓവർ യൂസ് തടയാൻ വേണ്ടി, എത്തിക്കലി ഉപയോഗിക്കുന്നുണ്ട്, ഓവർ യൂസ് തടയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പം എത്തിക്കൽ കൺസിഡറേഷൻ ആണ്, നമ്മൾ സോഷ്യൽ ഇന്ററാക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, നമ്മൾ എന്തൊക്കെയാണ് ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷനിൽ വരുന്നത്, എത്തിക്കലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. നമ്മളെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ, എംപ്ലോയി തമ്മിലുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഒരു സ്വാർത്ഥതയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഒരു കൊളാബറേഷനും അതൊരു ഫെയർ ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളെ ഇന്റർ ബിസിനസ് റിലേഷൻഷിപ്പ് കൂട്ടാനും നമ്മുടെ കോമൺ റിസോഴ്സസ് നമുക്ക് ഭാവിയിലേക്ക് വെക്കാനും ഒക്കെ വേണ്ടിയിട്ട് സാധിക്കൂ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് കേസ് സ്റ്റഡീസ് ആണ് കേട്ടോ.
കേസ് സ്റ്റഡീസ്, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിലെ കുറച്ച് കേസ് സ്റ്റഡീസ് ആണ് നമ്മൾ പറയുന്നത്. കുറച്ച് ഇഷ്യൂസ് ഇവിടെ പറയും, അത് നമുക്കൊന്ന് പഠിക്കാം. അതിന്റെ ഒരു മോറൽ എന്താണ്, ആ ഒരു കേസ് എന്താണ്, അതിലെ ഒരു സൊല്യൂഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യത്തെ കേസ്, പോളിസീസ് ഷുഡ് ബി ജഡ്ജ്ഡ് ബൈ ഫെയർനെസ്, ഡിഗ്നിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ്. അതായത് നമുക്കിപ്പോ അറിയാം, നമ്മുടെ ഹെൽത്ത് കെയറിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള വേജസ് എന്നൊക്കെ സംബന്ധിച്ച് നമുക്കൊരു പോളിസീസ് ലീഗൽ ആണോ എന്നത്, നമ്മൾ എത്തിക്കലി ആണോ എന്നുള്ളത് പരിശോധിച്ചിരിക്കണം അല്ലെ. ഈ ഒരു ഹെൽത്ത് കെയറിലും നമ്മുടെ എഡ്യൂക്കേഷനിലും വേജ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ അവിടെ നോക്കുന്നത് ആ പോളിസീസ് എല്ലാം ഫെയർ ആണോ, അല്ലെങ്കിൽ ഡിഗ്നിറ്റി ഇൻക്ലൂസീവ്നെസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു അർബൻ ഏരിയാസ് വരുമ്പോ, ഇപ്പൊ ഒരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി അവിടെ മാത്രമേ കൊടുക്കൂ എന്നുള്ളത് ശരിയാണോ? അല്ല. അർബൻ ഏരിയാസ് മാത്രമല്ല, എല്ലാ ഏരിയാസിലും നമ്മൾ കൊടുക്കണം. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ ഇടത്തുമുള്ള ആൾക്കാർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? അർബൻ ഏരിയാസ് മാത്രമല്ല, റൂറൽ ഏരിയാസും ഹോസ്പിറ്റൽ ഫെസിലിറ്റി കൊടുക്കണം. അത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെ നമുക്ക് ആ ഒരു പബ്ലിക് നമുക്കൊരു പോളിസി സോഷ്യലി നമ്മളത് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് പോളിസീസ്, ആ ഒരു കാര്യങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത് എന്താണ്? ഫെയർനെസ് ആയിട്ടും അതുപോലെ തന്നെ ഡിഗ്നിറ്റിയും ഇൻക്ലൂസീവ്നെസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എത്തിക്കലി ആണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഈ കിട്ടുന്ന ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനിലും വേജസിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ ആ പോളിസീസ് ലീഗൽ ആണോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിരിക്കണം. ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾ ഇതാണ്. അർബൻ ഏരിയയിൽ മാത്രമല്ല, എല്ലാ ഏരിയയിലും റൂറൽ ഏരിയയിലും ഒക്കെ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി എന്നുള്ളത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അല്ലെ. ഒരു ഏരിയയിൽ മാത്രമല്ല. അതാണ് ആ ഒരു പബ്ലിക് പോളിസി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ആദ്യത്തെ ഒരു കേസ് സ്റ്റഡിയുടെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞത്. നെക്സ്റ്റ് വരികയാണെങ്കിൽ, രണ്ടാമത്തെ കേസ് സ്റ്റഡി വരികയാണെങ്കിൽ പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി. നമുക്കറിയാം, പോവർട്ടി എന്നുള്ളത് പണം ഇല്ലാത്തത് മാത്രമാണോ പോവർട്ടി എന്ന് പറയുന്നത്? അത് നമ്മുടെ ഒരു അൺഫെയർ സിസ്റ്റത്തിന്റെ ഒരു ഫലം കൂടിയാണ് അല്ലെ. പണം ഇല്ലാതിരിക്കുക എന്നുള്ളത്, ദരിദ്രരാകുക എന്നുള്ളതാണ് പോവർട്ടി. പക്ഷെ അതിന്റെ എന്താണ്? പണം ഇല്ലാത്തത് മാത്രമല്ല, നമ്മുടെ സിസ്റ്റം ഒരു അൺഫെയർ ആയതുകൊണ്ടാണ്, അതിന്റെ ഒരു റിസൾട്ട് ആണ് ഈ ഒരു പോവർട്ടി എന്ന് നമുക്ക് പറയാം. അതായത് ഒരു മോറൽ ഒരു ഇൻഇക്വാലിറ്റി കൊണ്ടും അല്ലെങ്കിൽ നമ്മൾക്ക് സ്ട്രക്ചർ ഒരു ഇൻജസ്റ്റിസ് ഒക്കെ കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ഈ പോവർട്ടി എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ബാലൻസ് ചെയ്ത് സോഷ്യൽ എത്തിക്സ് പറയുന്നത് തന്നെ ഇതൊക്കെ ബാലൻസ് ചെയ്യണം. നമ്മുടെ ഈക്വൽ ആയിരിക്കണം എല്ലാവർക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളെ സ്ട്രക്ചർ, നമ്മൾ ആ ഒരു സിസ്റ്റം പറഞ്ഞല്ലോ, ആ സിസ്റ്റം കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ എല്ലായ്പ്പോഴും ബാലൻസ് ചെയ്യണം. എന്നാൽ മാത്രമേ സോഷ്യൽ എത്തിക്സ് ഇതൊക്കെ ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പോവർട്ടി എന്നുള്ളതും ആ ഒരു ഇൻഇക്വാലിറ്റി നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. അതാണ് നമ്മൾ ഈ ഒരു പോവർട്ടി ഇൻഇക്വാലിറ്റി കൊണ്ടുള്ള ഒരു കേസ് സ്റ്റഡി പറയുന്നത് തന്നെ. ഒരു മോറൽ ഇഷ്യൂ ആണ് അല്ലെ. അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നതാണ്? പോവർട്ടി അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു മോറൽ ഇഷ്യൂ ഉണ്ടാവാൻ കാരണം എന്താണ്? കോസ്ഡ് ബൈ സ്ട്രക്ചറൽ ഇൻജസ്റ്റിസ്, അതുപോലെ തന്നെ ഇൻഇക്വാലിറ്റി. സിമ്പിളി നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്, അൺഫെയർ ആയിട്ടുള്ള സിസ്റ്റത്തിന്റെയും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ഇൻജസ്റ്റിസും ഇൻഇക്വാലിറ്റിയുടെയും പ്രശ്നമാണ്. ഇത് മാത്രം മനസ്സിലാക്കുക. കൂടുതൽ നമ്മൾ അതിലേക്ക് കോംപ്ലിക്കേഷനിലൊക്കെ ഒന്നും പോകണ്ട. ഇനി കേസ് സ്റ്റഡി 3 നോക്കുകയാണെങ്കിൽ, കറപ്ഷൻ ആൻഡ് വയലൻസ്. ഈ കറപ്ഷനും വയലൻസും കറപ്ഷൻ ഒരു കോമൺ എന്താ പറയാ ഗുഡിനെയാണ് അവിടെ നശിപ്പിക്കുന്നത്. അഴിമതി വരുമ്പോ എല്ലാവർക്കും തുല്യമായി കിട്ടേണ്ട ആ ഗുണങ്ങള്, കോമൺ ഗുഡ് അവിടെ നശിച്ചു പോവുകയാണ്. എല്ലാവർക്കും അത് കോമൺ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. അഴിമതിക്കാർക്ക് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അത് കിട്ടുന്നു, ബാക്കി എല്ലാവർക്കും അത് ഈക്വലി കിട്ടുന്നില്ല. അപ്പൊ എത്തിക്കൽ ഒരു ലീഡർഷിപ്പ് അവിടെ ഒരു ആവശ്യമാണ്. എത്തിക്കൽ ലീഡർഷിപ്പ് അവിടെ ആവശ്യമാണ് അല്ലെ. ഈ ഒരു കറപ്ഷൻ ഉണ്ടാവുമ്പോ തന്നെ അത് ഉണ്ടാവാൻ പാടില്ല. അപ്പം അതിന് നമ്മളൊരു ട്രസ്റ്റും സൊസൈറ്റിയിലുള്ള ജസ്റ്റിസും ഒക്കെ നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അഴിമതി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമുക്ക് എല്ലാവരോടും ഉള്ളൊരു നമ്മുടെ നീതി അവിടെ നിഷേധിക്കുകയാണ്. അത് നമുക്കൊരു വിശ്വാസം നഷ്ടപ്പെടുകയാണ് ഈ കറപ്ഷനും വയലൻസും എന്നുള്ള ഒരു ഘട്ടത്തിൽ വരുമ്പോൾ. അപ്പൊ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഗുണ്ടിനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് കറപ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അത് എത്തിക്കൽ ലീഡർഷിപ്പ്, ഹോണസ്റ്റിയും അക്കൗണ്ടബിലിറ്റിയും അവിടെ ആവശ്യമാണ് എന്നുള്ളതാണ് അല്ലെ. ഒരു എത്തിക്കലി എല്ലാ കാര്യങ്ങളും, ലീഡർഷിപ്പ്, ഹോണസ്റ്റിയും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയും നമുക്ക് ഉണ്ടാവണം, ആവശ്യമാണ് അവിടെ.
എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് എല്ലാ കാര്യത്തിലും ആ ഒരു കറപ്ഷൻ മാറ്റി നമുക്ക് ജസ്റ്റിസ് ആണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കിട്ടേണ്ട കാര്യങ്ങളെല്ലാം സൊസൈറ്റിയിലെല്ലാം ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ കറപ്ഷൻ ആൻഡ് വയലൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി കറപ്ഷൻ എന്താണ് തകർക്കുന്നത്, നമ്മുടെ സൊസൈറ്റിയിലുള്ള ട്രസ്റ്റും അതുപോലെ ജസ്റ്റിസും ആണ് നമുക്ക് നശിപ്പിച്ച് പോകുന്നത്. അപ്പൊ നമ്മൾ എത്തിക്കൽ ലീഡർഷിപ്പ്, ഹോണസ്റ്റിയും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയും അവിടെ ആവശ്യമാണ്. അഴിമതിയെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ, സിമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇനി 4ാമത്തെ കേസ് സ്റ്റഡി പറയുകയാണെങ്കിൽ വർക്ക് പ്ലേസ് എത്തിക്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. വർക്ക് പ്ലേസിലെ എത്തിക്സ് നമുക്കറിയാം എന്താണ്, നമ്മുടെ പ്രൊഫിറ്റ് മാത്രം, ചില സ്ഥാപനങ്ങളുണ്ട് അല്ലെ, അവരുടെ പ്രൊഫിറ്റ് മാത്രം ലക്ഷ്യമാക്കിയാണ് അവര് പിന്നെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റിക്ക് അവിടെ ഒരു വാല്യൂ അവർ കൊടുക്കില്ല. അതായത് നമ്മളൊരു പിന്നെ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അതൊരു പ്രൊഡക്റ്റ്, നമ്മളൊരു പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിലും ഒക്കെ നമ്മൾ എന്ത് വേണം, അവിടെ നമ്മുടെ ഒരു വർക്ക് പ്ലേസിലെ എത്തിക്സ് നന്നായെങ്കിൽ മാത്രമേ, നമ്മളെ വർക്ക് പ്ലേസിലെ എത്തിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എംപ്ലോയീസിന്റെ അടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. ആ ഒരു വർക്ക് പ്ലേസ് എത്തിക്സ് ഇപ്പൊ നമ്മളെ ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, വളരെ നന്നായിട്ട് പിന്നെ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, എല്ലാ കാര്യങ്ങളും നല്ല റെസ്പോൺസിബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ജെനുവിൻ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പക്ഷെ അദ്ദേഹം ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ട് പ്രൊമോഷൻ കിട്ടാതിരിക്കുക എന്നുള്ളത് അതൊരു ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അദ്ദേഹം വളരെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അയാൾക്ക് എന്താണ് പ്രൊമോഷൻ കിട്ടുന്നില്ല. അപ്പൊ അവിടെ ഒരു പ്രശ്നം എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ആൾക്കല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ നല്ലൊരു ജോലി ചെയ്യുന്ന റിസൾട്ട് കൊണ്ടുവരുന്ന ആളെയാണല്ലോ നമ്മൾ പ്രൊമോഷൻ കൊടുക്കുന്നത്, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ. അത് അവിടെ കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതിൽ ഒരു പരിഹരിക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മെറിറ്റ് ബേസ് ചെയ്തിൽ ഏറ്റവും നന്നായി ജോബ് ചെയ്യുന്നതാണോ അവർക്കാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ വരിക. അപ്പൊ അവിടെ ഒരു വർക്ക് പ്ലേസ് എത്തിക്സ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് പിന്നെ ഒരു കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് ആ ഒരു നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊണ്ടുവരാനും നമ്മുടെ ഇപ്പൊ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി ഒക്കെ അവിടെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെ തന്നെ ഒരു എത്തിക്കലി അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് മാത്രമാണ് അവർ നോക്കുന്നത്. മറ്റൊന്നും ഹ്യൂമൻ ഡിഗ്നിറ്റിയോ അതൊന്നും ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളതൊന്നും അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ എത്തിക്കൽ വർക്ക് പ്ലേസിൽ ഒരു ട്രസ്റ്റും പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ ലോങ് ടേം സക്സസ് ഒക്കെ തന്നെ അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. നമ്മുടെ വർക്ക് പ്ലേസിൽ ഇതെല്ലാം ഉറപ്പുവരുത്തുക. അതാണ് വർക്ക് പ്ലേസിലെ എത്തിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പ്രോഫിറ്റ് മാത്രം ബേസ് ചെയ്തിട്ടും പിന്നെ ഡിഗ്നിറ്റി ഇല്ലാതെയും ഹ്യൂമൻ ഡിഗ്നിറ്റി ഇല്ലാതെയും എത്തിക്കലി കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാതെ ലോങ് ടേമിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് പ്ലേസില് എത്തിക്കൽ വർക്ക് പ്ലേസിന്റെ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വർക്ക് പ്ലേസിലെ എത്തിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു കേസ് സ്റ്റഡീസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ടേം കൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമ്മളിപ്പോ വർക്ക് പ്ലേസിൽ എത്തിക്സ് എങ്ങനെ ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു കറപ്ഷൻ വയലൻസ് വരുമ്പോൾ എന്തായിരിക്കണം, പിന്നെ പോവർട്ടി ഇൻഈക്വാലിറ്റി കൊണ്ട് എന്താണ്, അതുപോലെ തന്നെ പബ്ലിക് പോളിസി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സിമ്പിൾ ആണ്. നിങ്ങൾ ഇത്ര കോംപ്ലിക്കേഷൻ ആ വേർഡ് കേൾക്കുമ്പോൾ ചിലർക്ക് ഒരു പേടി വരും, പക്ഷെ ഒന്നുമില്ല. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നു എന്നുള്ളത്. നമ്മൾ ആ ഒരു പറഞ്ഞ ഉദാഹരണം വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എക്സാമിന് എഴുതുമ്പോഴും നിങ്ങൾ കുറച്ച് എസ്സേ ടൈപ്പ് ഒക്കെ എഴുതുമ്പോൾ എക്സാമ്പിൾസും കൂടി ആഡ് ചെയ്ത് എഴുതുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഓക്കെ, അപ്പം അത്രയുമാണ് നമ്മൾ ഇപ്പം ഒരു കേസ് സ്റ്റഡിയിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മളിപ്പോ ഈ ഒരു പറഞ്ഞല്ലോ യൂണിറ്റിൽ പറഞ്ഞത് തന്നെ, യൂണിറ്റിന്റെ പേര് തന്നെ സോഷ്യൽ എത്തിക്സ് എന്നുള്ളത് തിയറി ആൻഡ് പ്രാക്ടീസ് എന്നാണ്. അപ്പൊ തിയറിയും പ്രാക്ടീസും അതൊരു ബ്രിഡ്ജ് പോലെയാണ് അതവിടെ ആക്ട് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ ഒരു എന്താണ് ഫെയർ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു സൊസൈറ്റിയെ, അതായത് സോഷ്യൽ എത്തിക്സിനെ പിന്നെ ഒരു സമൂഹം നിർമ്മിക്കാൻ നമുക്കൊരു സോഷ്യൽ എത്തിക്സ് നമ്മളെ ശക്തരാക്കുന്നു എന്നുള്ളത് ആലോചിക്കുക സിമ്പിളി. അത് തിയറി ഉള്ളതും സോഷ്യൽ എത്തിക്സിന്റെ തിയറിയും പ്രാക്ടീസും ഒരു ബ്രിഡ്ജ് പോലെയാണ്, കണക്റ്റിംഗ് ബ്രിഡ്ജ് പോലെയാണ്. അപ്പൊ അത് നമ്മളെ ഒരു കണക്ട് ചെയ്യുന്നുണ്ട്. മോറൽ തിയറിയെയും പ്രാക്ടീസിനെയും നമ്മളെ റിയൽ ലൈഫിലെ സിറ്റുവേഷൻസ് ഒക്കെ അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആക്ഷൻസ് ഒക്കെ അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിൽഡ് ചെയ്യുന്നത് എന്താണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്, നമ്മുടെ ഒരു നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി, നമ്മളെ സോഷ്യൽ എത്തിക്സ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ശക്തരാക്കുന്നത് എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. മോറൽ ഒരു കണക്ട് ചെയ്യുന്നുണ്ട് രണ്ടും, തിയറി ആണെങ്കിലും പ്രാക്ടീസ് ആണെങ്കിലും. തിയറി വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, റിയൽ ലൈഫിലെ ആക്ഷൻസ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളും റിയൽ ലൈഫിലെ നമ്മുടെ ആക്ഷൻസ്, റിയൽ ലൈഫ് തിയറി സോഷ്യൽ ആക്ഷൻസും ഒക്കെ
നമ്മളെ നല്ലൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കാൻ സോഷ്യൽ എത്തിക്സ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഈ ഒരു ടോട്ടൽ ഈ ഒരു യൂണിറ്റിന്റെ ഇൻക്ലൂഡ് ചെയ്തത് ഈ ഒരു കാര്യങ്ങളാണ്. എന്ത് കണ്ടന്റ് എന്ന് പറയുന്നത് അതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷനിൽ വന്നത്. അപ്പം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എസ് എ ആയിട്ട് വരാം. ഇതിലിപ്പോ പറഞ്ഞ കാര്യങ്ങൾ പല ടേമുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മള് കോമൺ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ടേം ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു അടിസ്ഥാനം എന്തൊക്കെയാണ് സോഷ്യൽ എത്തിക്സിന്റെ എന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കണക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എസ് എ എഴുതാനും ഇതെല്ലാം കണക്ട് ചെയ്ത് തന്നെ എഴുതാം. നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം എഴുതാം. എസ് എക്കുള്ള ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോകളിലും ഈ വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എസ് എ ആയിട്ട് എഴുതാനുള്ള ഒരുപാട് കോണ്ടന്റ്സ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നതും നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം വരുന്ന ക്ലാസ്സുകളിലൊക്കെ. അപ്പൊ അതും കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് അറിയാം നമുക്ക് എന്തായാലും ഉടനെ തന്നെ എക്സാംസ് ഉണ്ടാവും. ജാനുവരി നമുക്കൊരു എക്സാം ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും നമുക്ക് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വരുന്ന കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.